എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വലിയൊരു വിടുതലിൻ്റെ വാതിൽ ദൈവം നമ്മളുടെ മുൻപിൽ തുറക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് ആധാരമായിട്ട് ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വിടുതൽ കണ്ടെത്തുവാൻ ഇതുവരെ നമ്മൾക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് കടന്നു പോകുന്നവരുണ്ടാകും അല്ലേ? ഞാനും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു വിടുതലിലോട്ട് എത്തിയിട്ടില്ല. എന്നാൽ വിടുതലുകളുണ്ടോ എന്ന് ചോദിച്ചാൽ വിടുതലുകളുണ്ട്. നമ്മളുടെ ചില പ്രാർത്ഥനകൾക്ക് മറുപടികളുണ്ട്. പ്രശ്നങ്ങളൊന്നും അധികം പ്രശ്നങ്ങളിലൂടെ കടത്തിവിടാതെ, എന്നാൽ പ്രശ്നങ്ങൾ വന്നാൽ അതിൽ നിന്നെല്ലാം ജയം തന്ന് ദൈവം നടത്തുന്നുണ്ട്. പക്ഷേ ഗ്രാഫിൻ്റെ ലെവലെന്ന് പറയുന്നത് ഒരു പരിധി വിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ഒരു പരിപൂർണമായിട്ടുള്ള ഒരു വിടുതൽ നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്ന് വെച്ചാൽ ഒരു ബ്രേക്ക് ത്രൂ. അപ്പോൾ ഒരു ബ്രേക്ക് ത്രൂ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ ബ്രേക്ക് ത്രൂ സംഭവിച്ചു കഴിഞ്ഞാലത്തെ കുഴപ്പം എന്താണ്? ഒരു ശാശ്വതമായിട്ടുള്ള ഒരു വിടുതൽ അത് നമ്മളുടെ ജീവിതത്തിൽ സംഭവിച്ചാലത്തെ കുഴപ്പം എന്താണ്? എല്ലാ കെട്ടുകളും പൊട്ടും. എന്ന് വെച്ചാൽ നമ്മളെ ഏതൊക്കെ വിധത്തിൽ അടിമകളാക്കി ഏതൊക്കെ മേഖലകളിൽ വെച്ചിട്ടുണ്ടോ ആ ബന്ധനങ്ങളെല്ലാം അഴിച്ചിട്ട് ഒരു വലിയൊരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു ഹയർ ലെവലിലേക്ക് നമ്മളെ ദൈവം കയറ്റുവാനായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് എന്ത് പറയുന്നത്? ഈ ബ്രേക്ക് ത്രൂ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു വിടുതൽ എന്ന് പറയുന്നത്. അല്ലാതെ ചെറിയ ചെറിയ വിടുതലുകളൊക്കെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. എന്നാൽ ഒരു ബ്രേക്ക് ത്രൂവിൻ്റെ കാലയളവ്, അല്ലെങ്കിൽ ഒരു വിടുതലിൻ്റെ ഒരു യഥാർത്ഥമായൊരു വിടുതലിൻ്റെ കാലയളവ് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം വെച്ചിട്ടുണ്ട്. അത് ദൈവത്തിനറിയാം. അതുവരെ നമ്മൾ എവിടെ നിൽക്കും? ഒരു ലിമിറ്റ് വരെ നിൽക്കും. എന്നാൽ ആ ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്കൊരു മുൻപോട്ടുള്ള ഒരു കുതിപ്പ് ലഭിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഈ ബ്രേക്ക് ത്രൂ, അല്ലെങ്കിൽ ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു വിടുതൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ആ ഒരു വിടുതൽ ദൈവം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് പോവുകയാണ്. ഞാനിന്ന് വേറൊരു സബ്ജക്റ്റ് നമ്മൾക്കറിയാം, ഞാനിങ്ങനെ ഒരു നോ ഇത് ബൈബിൾ എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്നലെ ഒരു സഹോദരനെ ഓർമ്മിപ്പിക്കുവാനായിട്ടിടയായി. നമ്മൾ യോനായുടെ പുസ്തകം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഞാൻ അതിന് നെക്സ്റ്റ് ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീഖായുടെ പുസ്തകം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ദൈവം എനിക്ക് തന്ന ഒരു വചനം, അതിനകത്ത് നിന്നല്ല, അതല്ലാതെ വേറൊരു വചനം എന്നോട് ഇടപെടുവാനായിട്ടിടയായി. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ കുറച്ചു നേരം ആരാധിക്കുവാനും അതിൻ്റെ വിടുതൽ എൻ്റെ ജീവിതത്തിലേക്ക് ആ ഒരു വിടുതൽ സംഭവിക്കുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്നോട് ഓരോന്നും ദൈവം ഇടപെടുമ്പോൾ അത് എന്നോട് മാത്രമായിട്ടല്ല, എന്നെ കേൾക്കുന്നവർക്കും കൂടെ ദൈവം അത് വെച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് അത് മടക്കി വെച്ചിട്ട് ഞാൻ ഈ ദൈവം തന്ന ഈ ഒരു വചനത്തിലൂടെ ഒന്ന് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ ചില രീതിയിൽ ദൈവം നമ്മളോട് ഇടപെടും. അത് ഇടപെട്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നോക്കിയിരിക്കരുത്. ആ നിമിഷം നമ്മളതിനെ ചാടി പിടിച്ചോണം. അപ്പോൾ അത് നമ്മൾ ചാടി പിടിച്ചു കഴിയുമ്പോൾ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ ഉണ്ടാകുമ്പോൾ അതിനോട് നമ്മൾ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നമ്മളുടെ ജീവിതത്തിൽ അത്രയും പെട്ടെന്ന് തന്നെ വിടുതലായിട്ടത് മാറുവാനായിട്ടിടയാകും. അപ്പോൾ അതിനാധാരമായിട്ട് ഞാൻ എടുക്കുന്ന വചനം എന്ന് പറയുന്നത് ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം 45-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുവാനായിട്ട് പോകുന്നത്. അപ്പോൾ അതെല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് എന്നെപ്പോലെ ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം വായിക്കാൻ ഇഷ്ടമുള്ളവർ ഒത്തിരി പേരുണ്ടാകും അല്ലേ? കാരണം അതിനകത്ത് ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം എടുത്തു കഴിയുമ്പോൾ അതിനകത്ത് ദൈവത്തിൻ്റെ ഒരു ഡീപ്പ് ലവ് അല്ലേ, ദൈവത്തിൻ്റെ ഒരു ആഴമായ സ്നേഹവും അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവൽ നമ്മൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുമെന്ന് വെച്ചാൽ ദൈവം അത്രയും നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഒരുപാട് വാക്യങ്ങൾ നമ്മൾക്ക് അതിനകത്ത് നിന്ന് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് എനിക്കത് ഒത്തിരി ഇഷ്ടമായി. ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അതിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകും അല്ലേ? ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ടിങ്ങനെ വലിക്കും. എന്താണ്? ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയാൻ പറ്റുന്നതാണ് നമ്മൾക്ക് ആ ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകത്തിനകത്തൂടെ. ബാക്കിയുള്ളതിനകത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകും അല്ലേ? ഒരു ചെറിയ ഏതെങ്കിലും ഒന്ന് നമ്മളെ ഇങ്ങനെ സ്പർശിക്കുന്നതുണ്ടാകും, വളരെ നമ്മുടെ ഹൃദയത്തോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതുണ്ടാകും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വചനമാണ് ഈ ഏഷ്യാപ്രവാചകൻ്റെ പുസ്തകം. അപ്പോൾ 45-ാം അധ്യായം എന്താ പറയണേ? അതിൻ്റെ തുടക്കം തന്നെ പറയുന്നത് എന്താണ്? കോരേഷ് എൻ്റെ ഇടയൻ അല്ലേ, അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഓർക്കുക, ഈ കോരേഷ് എന്ന് പറയുന്നത് ആരാണ്? കോരേഷ് എന്ന് പറയുന്നത് ഒരു പേർഷ്യൻ രാജാവാണ്. അപ്പോൾ ഈ രാജാവിനെ കൊണ്ട് ബാബിലോൺ പ്രവാസത്തിൽ കിടന്ന യഹൂദ മക്കൾക്ക്, യഹൂദയാണ് ബാബിലോണിലേക്ക് കൊണ്ടുപോയത് അല്ലേ? എന്നിട്ട് ഇവർക്ക് അതിൽ നിന്നൊരു മോചനം, എന്ന് വെച്ചാൽ ബാബേൽ പ്രവാസം എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം ഇസ്രായേൽ മക്കളുടെ, അല്ലെങ്കിൽ യഹൂദ ഗോത്രത്തിൻ്റെ, അല്ലെങ്കിൽ യഹൂദ മക്കളുടെ ഒരു ഏറ്റവും കാഠിന്യമേറിയ, അല്ലെങ്കിൽ ഏറ്റവും ദൈർഘ്യമേറിയ
ഒരു എന്താ പറയുക അടിമത്തത്തിൻ്റെ നാളുകളാണ് ഈ ബാബൻ പ്രവാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ 70 സംവത്സരം അവരവിടെ കിടക്കുകയാണ്. അപ്പോൾ അവരുടെ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു. അവർക്ക് ഒരു വിധത്തിലും മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല. കാരണം ഈ ബാബേൽ എന്ന് പറയുന്നത് ഒരു വലിയ നീണ്ടു കിടക്കുന്ന വലിയൊരു രാജ്യമാണ്. ഒത്തിരി രാജ്യങ്ങൾ പിടിച്ചടക്കിയ ഒരു രാജാവാണ് അതിനെ ഭരിക്കുന്നത്. അപ്പോൾ അവരെ ജയിക്കുക എന്ന് പറയുന്നത് മാനുഷിക ബുദ്ധി കൊണ്ട് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് പേർഷ്യ എന്ന് പറയുന്നതും തീരെ ചെറുതല്ല. എന്നാൽ ആ ഒരു പേർഷ്യ എന്ന് പറയുന്ന രാജ്യത്തിന് പോലും എന്താണ് ഈ ബാബേൽ എന്ന് പറയുന്ന രാജ്യത്തെ കീഴടക്കുവാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിന് ആരുടെ സഹായം വേണം? ദൈവത്തിൻ്റെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പേർഷ്യ രാജാവായ അല്ലെങ്കിൽ ഈ പാർസി രാജാവായ ഈ കോരേഷിന് എന്ത് ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ? ജയിക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവം കോരേഷിനെ തിരഞ്ഞെടുത്തു. എന്തിനാണ് തിരഞ്ഞെടുത്തത്? തൻ്റെ ജനത്തെ വിടുവിക്കുവാൻ. എന്ന് വെച്ചാൽ തൻ്റെ ജനത്തിന് 70 കാലഘട്ടം, അതായത് 70 സംവത്സരം അവിടെ കിടക്കുകയാണ്. ബാബേൽ പ്രവാസത്തിൽ ഇങ്ങനെ കിടക്കുക, അടിമകളായിട്ട് അവിടെ കിടക്കുക. അവരുടെ ആരാധന നഷ്ടമായി, അവരുടെ സകലത നഷ്ടമായി. നമ്മളൊന്ന് ഓർത്ത് നോക്കുകയും നമ്മൾ ആരുടെയെങ്കിലും അടിമയായിട്ട് നിന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ? ഒരു സ്വാതന്ത്ര്യവുമില്ല. കാരണം നമ്മൾ ആരുടെ അടിമയാക്കപ്പെട്ടോ ആ വ്യക്തിയുടെ ആ ഒരു ചട്ടക്കൂട്ടത്തിന് അനുസരിച്ചല്ലാതെ നമ്മൾക്ക് മൂവ് ചെയ്യുവാനായിട്ട് പറ്റത്തില്ല. ഇസ്രായേൽ മക്കൾക്കും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ? അടിമത്തം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടത്തിൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ അവർക്ക് എന്താണ്, അവരത്രയും അവരുടെ ആത്മീയം ഭൗതികം അവരുടെ എല്ലാം നഷ്ടമായി കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അവിടെ അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം ആരെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ഈ ബാബേൽ അവരെ തകർക്കണം അല്ലേ? ബാബേൽ രാജാവിനെ തകർക്കണം. അതിനാരെയാണ് തിരഞ്ഞെടുത്ത്? വേറൊരു രാജാവിനെ, ഒരു ജാതീയ രാജാവിനെ തന്നെയാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് ആ രാജാവിനെ ആരാക്കി മാറ്റി? ദൈവത്തിൻ്റെ അഭിഷിക്തനാക്കി മാറ്റി. എന്ന് വെച്ചാൽ ദൈവം പറയുകയാണ്, അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യും. ഞാൻ അവനെ എൻ്റെ ഇടയനായിട്ട് അങ്ങ് എടുത്തിരിക്കുക. അവൻ എൻ്റെ ഹിതമൊക്കെയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കോരേഷിനോട് പറയുന്നതാണ് ഇത്. എന്താ പറഞ്ഞിരിക്കുന്നത്? പറയുകയാണ്, ജാതികൾ നിനക്ക് കീഴടങ്ങണം. രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും ജാതികൾ അവന് കീഴടങ്ങേണ്ടതിനും രാജാക്കന്മാരുടെ അരക്കച്ചകൾ അഴിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്തിരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, മുൻപോട്ട് പോകുവാൻ കഴിയാത്ത സിറ്റുവേഷൻ, വഴി അടച്ചു നിൽക്കുക. ഇനി വഴി എന്ന് പറയുന്നത് ആ വഴി ഒന്ന് തെളിക്കാൻ ചെന്നാലും ഒരു മാനുഷിക ബുദ്ധി കൊണ്ട് നടക്കുന്നതല്ല. കാരണം അത് അത്രയും സ്ട്രോങ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഒന്നാമത് വഴി എന്താണ് കുന്നുകളും മലകളും ഇങ്ങനെ ഭയങ്കരമായിട്ട് ദുർഘടം പിടിച്ചൊരു വഴിയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റാത്ത ദുർഘടമായ വഴി. രണ്ടാമത് എന്താണ്? ഇരുമ്പോടാമ്പലുകൾ വെച്ച് അതിനെ പൂട്ടിയിട്ടിരിക്കുക. എന്ന് വെച്ചാൽ രാജകീയ മുദ്ര വെച്ച് അതിനെ പൂട്ടി വെച്ചിരിക്കുക, അതിനെ പൂട്ടിയിട്ടിരിക്കുക, പൂട്ടിയിട്ടിരിക്കുക. ആ പൂട്ട് തകർക്കണമെങ്കിൽ ആര് വരണം? ആ രാജാവ് തന്നെ വന്നിട്ട് എന്തഴിക്കണം? ആ പൂട്ട് പൊളിക്കണം. ആ രാജാവിൻ്റെ കയ്യിൽ ആ കീ ഉള്ളൂ. ആ രാജാവ് വന്നിട്ട്, എന്ന് വെച്ചാൽ ഇവരെ പൂട്ടിയ ആ പൂട്ടിട്ട രാജാവ് തന്നെ വന്ന് എന്ത് ചെയ്യണം? പൂട്ടിയവർ തന്നെ വന്നിട്ട് ആ പൂട്ടഴിച്ചാലേ ഇവർക്ക് പുറത്ത് കിടക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷേ ഇവരെ ആ പൂട്ടഴിച്ച് പുറത്ത് വിടുവാൻ ആര് തയ്യാറല്ല? പൂട്ടിയവർ തയ്യാറല്ല. അപ്പോൾ ദൈവം എന്താ ചെയ്തിരിക്കുന്നത്? ദൈവം അവരെ പുറത്ത് കൊണ്ടുവരുവാൻ ദൈവം തന്നെ അങ്ങ് ഇറങ്ങിയിരിക്കുക. ദൈവം ഒരു വ്യക്തിയെ നിർത്തി മുൻപിൽ, കോരേഷിനെ നിർത്തി. പക്ഷേ കോരേഷിനോട് പറയുകയാണ്, ഞാൻ നിന്റെ വലങ്കരം പിടിക്കണം. വലങ്കരം പിടിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നീ ഈ ദുർഘടങ്ങളെ നിരപ്പാക്കി താമ്രവാതിലിനെയൊക്കെ തകർത്ത് നീ അങ്ങോട്ട് മുൻപോട്ട് പോകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇത് വീണ്ടും അടയും. എന്ന് വെച്ചാൽ ഇത് വീണ്ടും അവരടയ്ക്കും. അതടയാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവം കരം പിടിക്കണം. എങ്കിൽ മാത്രമേ അതടയാതെ ഇരിക്കത്തുള്ളൂ എന്ന് അവിടെ പറയുകയാണ്. അപ്പോൾ നമ്മൾക്ക് അതിനകത്ത് ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദൂത് എന്താണ്? നമ്മളുടെ ജീവിതത്തിലും അങ്ങനെയല്ലേ? ചില വിടുതലുകൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തരും. എന്നാൽ അതിൻ്റെ പൂർത്തീകരണം കാണുവാൻ നമ്മൾക്ക് കഴിയത്തില്ല. എന്തിനേറെ പറയുന്നു? ദൈവം നമ്മൾക്ക് ചില വാഗ്ദത്തങ്ങളെ തരും അല്ലേ? വാഗ്ദത്തം തന്നിട്ട് നമ്മൾ ആ വാഗ്ദത്തത്തിനകത്തോട്ട് കിടക്കും. വാഗ്ദത്തത്തിനകത്തോട്ട് കിടന്നു കഴിയുമ്പോൾ എന്താണ്? അതിൻ്റെ പൂർത്തീകരണം കാണുവാനായിട്ട് നമ്മൾക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ അത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകും. അല്ലെങ്കിൽ അത് പകുതി വഴിയിൽ വെച്ച് നമ്മൾ തന്നെ ഇത് ഉപേക്ഷിച്ചിട്ട് പോകേണ്ട സിറ്റുവേഷനൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്നറിയാമോ? നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നും കൂടെ പറഞ്ഞു തരാം. ദൈവം നമ്മളോടൊരു വാഗ്ദത്തം പറഞ്ഞു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒരു വിവാഹത്തിൻ്റെ കാര്യം പറഞ്ഞു. വിവാഹം ദൈവമായിട്ട് നമ്മൾക്ക് ആലോചന പറഞ്ഞ് ഒരു വിവാഹം നമ്മൾക്ക് ഒരുക്കി തന്നു. എന്നിട്ട് അത് ഒരുക്കി തന്നിട്ട് ആ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് മുൻപോട്ട് പോകുവാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ തന്നതാരാ? ഒരുക്കി തന്നത് ദൈവമാണ്. അത് മുൻപോട്ട് പോകാൻ പറ്റാതെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുവാണ്. അവസാനം എന്താണ്? അവസാനം അത് ഡിവോഴ്സിൽ ചെന്ന് അവസാനിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ അവിടെ എന്താ വിഷയം? അവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ
ദൈവം പ്രവർത്തിക്കാഞ്ഞിട്ടല്ല, ദൈവത്തിന് പ്രവർത്തിക്കാൻ നമ്മൾ അവസരം കൊടുക്കാതെ നമ്മൾ ആ പ്രശ്നത്തെ എന്ത് ചെയ്തിരിക്കുക, മുറുക്ക പിടിച്ചിരിക്കുക. നമ്മളെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് പാതി വഴിയിൽ ഉപേക്ഷിച്ച് എങ്ങോട്ട് പോകേണ്ടി വന്നത്, ഡിവോഴ്സിലോട്ട് പോകേണ്ടി വന്നത്. പലരും ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു വിഷയമാണ്. ഒത്തിരി പേര് പറയുന്ന കേട്ടിട്ടുണ്ട്. ഒത്തിരി പേര് പറയും, എന്താ പറഞ്ഞിരിക്കുന്നത്, ദൈവം ആലോചന പറഞ്ഞ് നടത്തിയ വിവാഹമാണ്, പക്ഷെ അത് പൊളിഞ്ഞുപോയി. ദൈവത്തിനാണോ മിസ്റ്റേക്ക് പറ്റിയത്? അല്ലല്ലല്ല, ദൈവത്തിന് മിസ്റ്റേക്ക് പറ്റിയത് കൊണ്ടല്ല. എന്താ അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിച്ചത് ദൈവത്തെ നമ്മളങ്ങ് നൈസായിട്ട് മാറ്റി നിർത്തി. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റാത്ത ഈ വിഷയം നമ്മളെടുത്ത് തലയിൽ വെച്ചിട്ട് നമ്മൾ റോങ് ഡിസിഷൻ നമ്മളെടുത്തു. അവിടെ നമ്മൾ ഡിവോഴ്സിലോട്ട് പോകാതെ എന്ത് ചെയ്യണമായിരുന്നു? ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി കാത്തിരിക്കണമായിരുന്നു. അപ്പോൾ ദൈവം അതിനകത്ത് പ്രവർത്തിക്കുമായിരുന്നു. അപ്പോൾ ദൈവത്തിനെ മാറ്റി നിർത്തിയത് കൊണ്ട് അത് പരാജയമായി. അതുപോലെ തന്നെ ഒരു ജോലി, ദൈവം നമ്മൾക്ക് വാഗ്ദത്തം പറഞ്ഞിട്ടൊരു ജോലി തന്നു. ആ ജോലിയിൽ വിഷയങ്ങൾ വന്ന് നമ്മൾ ഇട്ടിട്ട് പോയിട്ടുണ്ട് ഒരു സിറ്റുവേഷൻ വന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ നമ്മൾ പുറത്ത് മാറ്റി നിർത്തിയിരിക്കുക, അല്ലെങ്കിൽ ദൈവഹിതമല്ലാത്ത രീതിയിലൂടെ നമ്മൾ സഞ്ചരിക്കുവാനായിട്ട് തുടങ്ങി. ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത രീതിയിലൂടെ നമ്മൾ സഞ്ചരിച്ചു കഴിയുമ്പോൾ ചില പിറുപിറുപ്പുകൾ, നിരാശകളൊക്കെ നമ്മളുടെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവം അങ്ങോട്ട് മാറി നിൽക്കും, അല്ലെങ്കിൽ ദൈവത്തെ നമ്മളങ്ങ് മാറ്റി നിർത്തും. എന്നിട്ട് നമ്മൾ അതിനകത്ത് കിടന്നങ്ങ് മല്ലുപിടിക്കുവാനായിട്ട് തുടങ്ങും. ജയിക്കുമോ? ജയിക്കത്തില്ല. ഇനി എന്തിനേറെ പറയുന്നു, തലമുറകളുടെ വിഷയം എടുത്തേ. തലമുറകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവമേ, തലമുറകൾക്ക് നല്ല വാഗ്ദത്തമുണ്ട്. ഇവനെ ഞാൻ ഡോക്ടറാക്കും, എഞ്ചിനീയറാക്കും, ഇവനെ ഞാൻ ആ ഒരു നല്ല അഭിഷിക്തനാക്കും, അല്ലെങ്കിൽ നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരുമെന്നൊക്കെ വാഗ്ദത്തമുണ്ട്. പക്ഷേ കൊച്ചിൻ്റെ പഠനം ഇവിടെ പകുതി വഴിക്ക് നിന്ന് പോയിരിക്കുക, മുന്നോട്ട് പോകുന്നില്ല. കാരണം എന്താ? ദൈവം ആണ് വാഗ്ദത്തം പറഞ്ഞതല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ദൈവം പറഞ്ഞ് നമ്മളെ ഇറങ്ങി തിരിച്ചിട്ട് അവിടെ നമ്മൾ എപ്പോഴും ദൈവത്തിൻ്റെ കൂടെ തന്നെ സഞ്ചരിക്കണം. ഇല്ല എങ്കിൽ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് നമ്മൾ തന്നെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അതെന്തായി തീരും? പരാജയമായി തീരും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ജീവിതത്തിൽ പല വാതിലുകളും അടഞ്ഞതിൻ്റെ പിന്നിലത്തെ കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന് അവസരം കൊടുക്കാതെ നമ്മൾ തന്നെ ആ പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി മുൻപോട്ട് ഇറങ്ങിയത് കൊണ്ടാണ് എന്ത് പറ്റിയത്? അത് നമ്മൾക്ക് പ്രശ്നമായിട്ട് തീർന്നത്, പ്രശ്നത്തിന്മേൽ പ്രശ്നമായിട്ട് തീർന്നത്. അതുകൊണ്ട് ഓർക്കുക, നമ്മളുടെ ജീവിതത്തിൽ ശാശ്വതമായിട്ടൊരു വിടുതൽ ലഭിക്കാതിരിക്കുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ചെറിയ ചെറിയ വിടുതലുകളൊക്കെ തന്നും അത് അടഞ്ഞും തന്നും തുറന്നും അടഞ്ഞും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നടക്കാതിരിക്കുന്നതിന് ഒരു ശാശ്വതമായ വിടുതൽ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ത്രൂ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളുടെ മുൻപിൽ ഇരിക്കുന്ന ആ താമ്ര കഥകളെ തകർക്കണം, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയണം, ദുർഘടങ്ങളെ നിരപ്പാക്കണം. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ നിരപ്പാക്കി പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ദൈവത്തിനറിയാം. ഇപ്പം നമ്മൾക്കറിയാം, ഒരു മല അല്ലേ, നമ്മളൊരു മല ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ മലയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. അതിലൂടെ നമ്മളൊരു വഴി ഇങ്ങനെ ഉണ്ടാക്കാൻ, വഴി ഇങ്ങനെ വെട്ടാനായിട്ട് പോവുകയാണ്. നമ്മുടെ പഴയ കാരണന്മാരോടൊക്കെ ചോദിച്ചാൽ അറിയാം, അവർക്കറിയാം അവരെങ്ങനെയാണ്. ഞാനൊക്കെ എന്താ പറയുക, നമ്മുടെ മലബാറിലൊക്കെ ജനിച്ച് വളർത്തപ്പെട്ടത്. അപ്പം അവർക്ക് നമ്മുടെ ഗ്രാൻഡ് പേരൻസിനോടൊക്കെ ചോദിച്ചാൽ അവർക്കറിയാം. അവരൊക്കെ കാടിനോടും എന്താ പറയുക, മൃഗങ്ങളോടും വന്യമൃഗങ്ങളോടും ഒക്കെ എന്താ പറയുക പോരെടുത്ത് അവിടെയൊക്കെ വഴിയൊക്കെ ഇവർ മലകളിലൊക്കെ ഇങ്ങനെ വഴിയൊക്കെ വെട്ടി ഇന്ന് ഈ കാണുന്ന നല്ലൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്നതിന് പിന്നിൽ അവർ വില മുടക്കിയതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. ഒരു മലയുള്ള ഒരു സ്ഥലത്ത് നമ്മളൊരു വഴി വെട്ടുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വഴി വെട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരു എന്താ പറയുക 3 അടി വീതി 4 അടി വീതി ഒക്കെയുള്ളൊരു വഴി നമ്മളിങ്ങനെ വെട്ടി അങ്ങ് മുൻപോട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ മുൻപോട്ട് പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നമ്മൾ വഴി മാത്രം വെട്ടിയാണ് പോകുന്നത്. പക്ഷേ നമ്മൾക്ക് അറിഞ്ഞുകൂടി ഇതിൻ്റെ അപ്പുറയും ഇപ്പുറയും എന്താ, ഈ മലകൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതൊരു മഴ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ എന്തെങ്കിലും വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ വഴി അടഞ്ഞു പോകും. ഇതെല്ലാം കൂടെ വന്ന് ഈ കല്ലും മണ്ണും എല്ലാം കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? ഈ വഴിയെ അടച്ചു കളയും. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. ഈ വഴിയെ അടച്ചു കളയും. അപ്പോൾ നമ്മൾ ഈ വഴി വെട്ടിയത് കൊണ്ട് ഗുണമുണ്ടോ? ഇല്ല. നമ്മൾ എടുത്ത പണി വീണ്ടും എന്ത് ചെയ്യണം? പുറകോട്ട് വന്നിട്ട് നമ്മൾ വീണ്ടും വഴി വെട്ടുവാനായിട്ട് തുടങ്ങണം. അങ്ങനെ ഇത് നമ്മൾ വെട്ടും അടയും. അപ്പോൾ ഇതിന്ന് ഒരു പരിധി വിട്ട് നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല. ഇതാണ് നമ്മളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ സംഭവിക്കാത്തതിൻ്റെ കാരണം. അപ്പോൾ ഓർക്കുക, നമ്മളെ കൊണ്ട് ഇത്രേ പറ്റത്തുള്ളൂ. നമ്മളെ കൊണ്ടല്ലേ അത്രേ പറ്റത്തുള്ളൂ. ഈ ഉള്ള മലകൾ മുഴുവൻ നിരപ്പാക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റത്തില്ല. എന്നാൽ അത് മുഴുവൻ നിരപ്പാക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ആരാ? നമ്മൾ ആരാധിക്കുന്ന ദൈവം. അപ്പോൾ ആ ദൈവത്തിനറിയാം എന്ത്, ഈ വഴി അടയാതെ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ മുൻപിലുള്ള നമ്മളെ പൂട്ടിയിട്ടിരിക്കുന്ന ഈ കെട്ട് അല്ലെങ്കിൽ ഈ പൂട്ട് വീണ്ടും അടയാതെ ഇരിക്കണമെങ്കിൽ അല്ലേ, ഇന്നത്തെ നമ്മുടെ ഡോറുകൾക്കൊക്കെ അറിയാം, വീടിന് നമ്മൾ വെക്കുന്ന റൂമിനൊക്കെ വെക്കുന്ന ഡോറുകൾക്കറിയാം അല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കായിട്ട് പോകുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ പൂട്ട് അഴിച്ചിട്ട് അത് വീണ്ടും കിട്ടും. മനസ്സിലായില്ല? അത് മനുഷ്യനാകട്ടെ ആരുമാകട്ടെ അത് വീണ്ടും കിട്ടും. കെട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് പിന്നെ എന്താ പരിപാടി?
ഇതിങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കില്ല പരിപാടി. അങ്ങോട്ട് കടന്ന് മുൻപോട്ട് പോകുവാനായിട്ട് നമ്മൾക്ക് പറ്റുന്നില്ല. നമ്മൾക്ക് അത് മുൻപോട്ട് പോകുവാനായിട്ട് പറ്റണമെങ്കിൽ എന്തുണ്ടാകണം? ദൈവം നമ്മളുടെ വലങ്കരം പിടിക്കണം. അപ്പോൾ ദൈവം നമ്മുടെ വലങ്കരം പിടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ടല്ലേ. വലങ്കരം പിടിക്കുക എന്നർത്ഥം ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ദുർഘടങ്ങൾ എന്താകും? അത് നിരപ്പായിട്ട് തന്നെ ഇരിക്കും. അവിടെ വന്നിട്ട് അത് അടഞ്ഞു പോകത്തില്ല. രണ്ടാമത് താമര കഥകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് കളഞ്ഞുകൊണ്ടേയിരിക്കും. അതിനെ പിന്നെ എന്താണ്? പിന്നീട് അതിനെ പൂട്ടാൻ പറ്റാത്ത വിധത്തിൽ ആ പൂട്ടിനെ തകർക്കുന്ന ദൈവമാണ് നമ്മളുടെ കൂട്ടത്തിൽ വരുന്നത്. അത് ദൈവത്തിന് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വചനം നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ഒരു വചനം വെച്ച് അത് നമ്മൾ ധ്യാനിക്കണം. ഞാൻ ഇതിനു മുൻപേയൊക്കെ എങ്ങനെ ധ്യാനിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ വചനം വെച്ച് അങ്ങ് ധ്യാനിക്കുക. ആ വചനം നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുക. അപ്പോൾ ഈ വചനം റിപ്പീറ്റഡായിട്ട് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിങ്ങനെ ക്രിയ ചെയ്യും അല്ലേ. വചനം ദൈവമാണ്, അതിങ്ങനെ ക്രിയ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വചനം പറയുക. എന്താ പറയേണ്ടത്? ആ ഒരു യേശയ്യാപ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ 1-2 വചനങ്ങൾ നമ്മളിങ്ങനെ റിപ്പീറ്റഡായിട്ട് പറയും. 1-ാമത്തെ കോരേശ് എൻ്റെ ഇടയൻ അവനെ രഹിതമൊക്കെയും ചെയ്യും. അത് പറയണ്ട. അത് പറയാതെ എന്താണ് നമ്മൾ പറയേണ്ടത്? അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അടയാതിരിക്കേണ്ടതിനും ഞാൻ അവൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. ഇത് POC ബൈബിളിലും എന്താ പറയുക, മലകളെ ഇടിച്ച് നിരപ്പാക്കും എന്നൊക്കെയാണ്. ഇച്ചിരി വാക്കുകളുടെ വ്യത്യാസമേ ഉള്ളൂ. വചനം സെയിം ആണ്. അതുകൊണ്ടാണ് ഞാനത് സെപ്പറേറ്റ് പറയാതിരുന്നത്. കാരണം POC ബൈബിൾ വായിക്കുന്നവരും എന്നെ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ദൈവത്തിൻ്റെ വചനമാണ് ല്ലേ, അത് ക്രിയ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വചനം നമ്മൾ റിപ്പീറ്റഡായിട്ട് പറയുക, നമ്മളത് ധ്യാനിക്കുക, അതിൽ നമ്മൾ വിശ്വസിക്കുക. എന്നിട്ട് ആ വചനം പറഞ്ഞിട്ട് നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? ദൈവം നമ്മളുടെ കരം പിടിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. അതെങ്ങനെ ഉറപ്പാക്കുന്നത്? ദൈവത്തിൻ്റെ വഴികൾ വിട്ട് നമ്മൾ മുൻപോട്ട് പോകരുത്. ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. കാരണം മുൻപിലോട്ട് നടക്കുമ്പോൾ എന്താ? പ്രതിസന്ധികളാണ് അല്ലേ. മുൻപിൽ പ്രതിസന്ധികളാണ് നിൽക്കുന്നത്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല. മനസ്സ് പറയും, അല്ലെങ്കിൽ മറ്റുള്ളവർ പറയും, ഇത് നടക്കത്തില്ല കേട്ടോ, ഇത് സംഭവിക്കത്തില്ല, ഇത് ചക്രപ്പൂട്ടാണ്, ആ പൂട്ട് പൊളിക്കാനായിട്ട് പറ്റത്തില്ല. അതിങ്ങനെ ചില വ്യക്തികൾ ചേർന്ന് പൂട്ടിയിട്ടിരിക്കുന്നതാണ്, ചില ചങ്ങല കൊണ്ട് ചില വാക്കുകൾ കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ചില മന്ത്രവാദ കെട്ടുകളാണ്, കൂടോത്രത്തിൻ്റെ കെട്ടുകളാണ്. ഇത് അഴിക്കാൻ പറ്റത്തില്ല, ഇത് കൂടിയ കെട്ടാ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യും? നിരുത്സാഹപ്പെടുത്തും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവമേ, അങ്ങൻ്റെ കരം പിടിക്കണമേ, ദൈവം കരം പിടിച്ചിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇതൊക്കെ അവർ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെയാണ് നമ്മൾ ഉറപ്പിക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഉറപ്പിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവം നമ്മളുടെ കരം പിടിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എന്ന് വെച്ചാൽ നമ്മളുടെ വിശ്വാസം എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ വിശ്വാസം ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ വിശ്വാസം നമ്മൾ ഉറപ്പാക്കണം. ദൈവമേ, അങ്ങയുടെ വിശ്വാസത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ ഉറപ്പാക്കണം. അപ്പോൾ ഈ വിശ്വാസം വരുന്നത് എവിടുന്ന? കേൾവിയല്ല. കേൾവി എവിടുന്ന വരുന്നത്? ദൈവത്തിൻ്റെ വചനത്താൽ. അപ്പോൾ വചനം വായിച്ച്, ആ വചനം പറഞ്ഞ്, വചനം ഏറ്റെടുത്ത് നമ്മളുടെ വിശ്വാസത്തെ ഉറപ്പിച്ച് വചനത്തിനനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ ദൈവം നമ്മുടെ കരം പിടിക്കും അല്ലേ. ആ ദൈവം കരം വിട്ടു പോകത്തില്ല. അതുകൊണ്ട് ആ ദൈവം നമ്മളുടെ കരം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ബ്രേക്ക് ത്രൂകൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മുൻപിലുള്ള എന്ത് പ്രതിസന്ധികളാണെങ്കിലും എന്ത് തടസ്സമാണെങ്കിലും അതിനെ തകർത്ത് നമ്മളെ മുൻപോട്ട് വിടാതെ പൂട്ടിക്കെട്ടിയിരിക്കുന്ന കെട്ടുകളെ തകർത്ത്, പൂട്ടുകളെ തകർത്ത്, ചില താമര കഥകളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച്, ചില എന്താ പറയുക, ചില ദുർഘടങ്ങളെ നിരപ്പാക്കി ദൈവം നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകുവാനായിട്ട് ദൈവം റെഡിയാണ്. നമ്മളും കൂടി റെഡിയായാൽ മാത്രം മതി. അതിന് ദൈവം നമ്മളുടെ കരം പിടിക്കണം. ദൈവം കരം പിടിച്ചില്ല എങ്കിൽ തുറന്ന വാതിലുകൾ ചിലപ്പോൾ അടഞ്ഞു പോകും. അതുകൊണ്ട് ദൈവം കരം പിടിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ദൈവം കരം പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ദൈവം തുറക്കുന്ന വാതിലുകളെ അടയ്ക്കുവാൻ ആർക്കും പറ്റത്തില്ല. ഒരു ദുഷ്ടശക്തിക്കോ വ്യക്തിക്കോ പറ്റത്തില്ല. അതുകൊണ്ട് ദൈവം നമ്മളുടെ കരം പിടിച്ച് നമ്മളെ മുൻപോട്ട് നയിക്കുവാനായിട്ട് പോവുകയാണ്. ദൈവം വലിയ വിടുതലുകളും ബ്രേക്ക് ത്രൂവും നമ്മളുടെ ജീവിതത്തിൽ ദൈവം പകരുവാനായിട്ട് പോവുകയാണ്. ഞാൻ ഈ വചനം ഏറ്റെടുക്കുകയാണ്. നിങ്ങളും വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. ദൈവം ഇനി വരും ദിവസങ്ങളിൽ അത്ഭുതത്തിൻ്റെ ഒരു വലിയ പെരുമഴ നമ്മളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുവാനായിട്ട് പോവുകയാണ്. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.